സുമയുടെ വീട് അറിയാമോ? ഏത് സുമ? ഇവിടെ 2-3 സുമയുണ്ടല്ലോ. നിങ്ങൾ ഏതാ? ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ചേച്ചി സുമയുടെ വീട് അറിയാമെന്ന് വെച്ചാൽ സുമയുടെ വീട് പറഞ്ഞാൽ പോരെ? ചേച്ചി പോലീസ് അറിയാമെന്നല്ല എന്നെ ചോദ്യം ചെയ്യാൻ. ഹലോ സുമേ, നീ റെഡി ആയില്ലേ? ഞാനിപ്പോൾ വരും. കുമാരേട്ടാ, ആ പോയവനെ വല്ല പരിചയമുണ്ടോ? കുറച്ച് നാളായി അവൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നമ്മുടെ സൗമ്യയുടെ മകൾ സുമയുമായി മിക്കപ്പോഴും ഇവിടെ കറങ്ങി നടക്കാറുണ്ട്. ഇനി എന്താണാവോ? ഇപ്പോഴത്തെ തലമുറയല്ലേ, നമ്മൾ വളർന്ന കാലമൊന്നും അല്ലല്ലോ. ഇവളൊന്നും വെച്ചില്ലേ? ഡീ, നീ ഇവിടൊന്നും വെച്ചിട്ടില്ലേ? ഞാനിവിടെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് കുടിക്കാൻ പോലും വെള്ളമില്ല. നിന്റെ 8ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതാ. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ? എന്തെല്ലാം ജോലി ചെയ്തു. നിനക്ക് വല്ലതും അറിയാമോ? നിനക്കിപ്പോൾ അമ്മയും വേണ്ട, ഒന്നും വേണ്ട, ഒരു മൊബൈൽ മാത്രം മതി. എടി സുമേ, നിന്നെ തിരക്കി ഒരു കറുത്ത മനുഷ്യൻ ഇതുവഴി വന്നല്ലോ. അയാൾ ഏതാ? എനിക്കറിയില്ല. ആരെങ്കിലും വരുമോ പോവോ ചെയ്യും. അമ്മയ്ക്ക് എന്തോ വേണം? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ജീവിച്ച കാലം ഒന്നുമല്ല ഇത്. കാലം മാറിയതറിയാതെ അക്കടന്ന് അലച്ചോളും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. എന്നെ ശല്യപ്പെടുത്താൻ വരണ്ട, അങ്ങോട്ട് മാറ്. നീ എവിടാ? എത്താറായോ? ചേച്ചിയുടെ മോളായതുകൊണ്ട് ഞാൻ പറയുമല്ല. ചേച്ചിയുടെ മോളുടെ പോക്കേ അത്ര ശരിയല്ല. ചേച്ചി ഒരു കാര്യം ചെയ്യണം. പോലീസ് സ്റ്റേഷനിലെങ്ങാനും പോയി പരാതി പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമസ്കാരം സാർ. എന്താ നിങ്ങളുടെ പ്രശ്നം? വളരെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ മകളെ വളർത്തി. അവളെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. അവളുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട് സാർ. അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അവൾക്ക് അസുഖമൊന്നുമില്ല സാർ. ആരുടെയൊക്കെയോ കൂട്ടുകെട്ടുകളിൽ ചേർന്ന് അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അവൾ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവൾ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടി. ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അനിലെ, ഇതൊന്ന് എഴുതിയെടുത്തോ. അതിന് വേണ്ടുന്ന ആ പരിസരവും എല്ലാം ഒന്ന് നിരീക്ഷിച്ചോണം. ആ കുട്ടി നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കുകയും വേണം. ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ചുറ്റുപാട് നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കുകയും വേണം. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ. നിങ്ങളുടെ വീടും പരിസരവും ഞങ്ങളുടെ നിരീക്ഷണത്തിലായി. വളരെ നന്ദി സാർ. എനിക്ക് ജീവിതം മടുത്തടേ. യാതൊരു സമാധാനവും ഇല്ല. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഗൾഫിൽ എങ്ങാനും പോകാൻ വല്ല മാർഗമുണ്ടോ? എന്തിനാ? കുറച്ച് പണം ഉണ്ടാക്കിയാൽ നാട്ടിൽ വന്ന് ജീവിക്കാമല്ലോ. എടി വണ്ടിപ്പെണ്ണെ, ഇന്നത്തെ കാലത്ത് പണമുണ്ടാക്കാൻ ഗൾഫിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കൂ? നിനക്ക് പണമുണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. നീ എൻ്റെ കൂടെ കട്ടക്കങ്ങ് നിന്നാ മതി. വാ, ഞാൻ പറയുന്നത് കേട്ട് നീ എൻ്റെ കൂടെ അങ്ങ് നിന്നാ മതി. വാ, എണീക്ക്. സുമേ,
ഉം, നിനക്ക് പണമല്ലേ വേണ്ടത്? ഉം. മാനമല്ല, ഇവിടെ പണമാണ് വലുത്. നാണം കെട്ടും പണമുണ്ടാക്കിയാൽ നാണക്കേട പണം മാറ്റിടും എന്നൊരു ചൊല്ലുണ്ട്. അതുണ്ടാക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ അത്? എടി, ഞാൻ തരുന്ന സാധനം വേറെ ഒരാൾ അറിയാതെ അത് നീ വേറൊരാൾക്ക് കൈമാറണം. തൽക്കാലം നീ ഇത്ര അറിഞ്ഞാൽ മതി. എങ്ങനെയാ അത്? എടി, നീ ഇപ്പോൾ ഒന്നും അറിയാം, പുറകാരെ എല്ലാം അറിഞ്ഞു. വല്ലോ മയക്കുമരുന്ന് വല്ലോ ആണോ? ഇപ്പം നിനക്ക് കാര്യം ഈസിയായി പിടികിട്ടി. അപ്പം കാര്യം എളുപ്പമായി. പക്ഷെ പോലീസ് എങ്ങാനും പറഞ്ഞാലോ? എടി, പോലീസുകാരൊന്നും അറിയാതെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എൻ്റെ കൂടെ നിന്നാൽ മതി. പക്ഷെ എനിക്ക് ഇപ്പൊ പേടിയുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഞാനുണ്ട്. എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ. ഡേ, പണം വേണോ? ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ പണം വേണം. നീ വാ. സുമേ, നീ ഒന്ന് വലിച്ചേ. എനിക്ക് വേണ്ട. ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. എടി, ഇതിന്റെ മണം പോലും എനിക്ക് ഇഷ്ടമല്ല. ഇതിൻ്റെ ലഹരി നീ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കത്തില്ല. നീ ഒന്ന് നോക്ക് സുമേ. സുമേ, പ്ലീസ്. എന്ത് സുഖമാണെന്ന് നോക്കി. ഈ ലോകം എത്ര മനോഹരമാണ് സുമേ. നീ ഇതൊന്ന് വലിച്ചേ സുമേ, പ്ലീസ്. പ്ലീസ് സുമേ, എൻ്റെ സുമേ. മനോഹർ. സുമേ, സുമേ, സുമേ. ഭൂമി അല്ലേലും കറങ്ങിക്കൊണ്ടിരിക്കും സുമേ. സുമേ, നിന്നെ എനിക്ക് 2 or 3 ആയിട്ട് കാണാൻ പറ്റും. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് സുമേ, എന്തും. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു സുമേ. സുമേ, നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു സുമേ. സുമേ. അയ്യോ, ഓടി വാ, ഇവിടെ എന്നെ കൊല്ലുന്നേ. ഞാൻ അതുവഴി വരുന്നതായിരിക്കും. അതിന് തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, ഓക്കെ. ശരി, നിങ്ങൾ പൊയ്ക്കോ. സാറേ, രക്ഷിക്കണേ സാറേ, എന്റെ മോൾ എന്നെ കൊല്ലാൻ വരുന്നേ. എന്താ പ്രശ്നം? എന്ത് പറ്റി? എന്റെ മോള് ഞാനുമായിട്ട് വഴക്കുണ്ടായോ? അവളെന്നെ വെട്ടി സാറേ. അവളിപ്പോ വീട്ടിലുണ്ടോ? ഉണ്ട് സാറേ. ദീപക്, യെസ് സാർ. അവനെ ഇങ്ങ് കൊണ്ടുവാ. സാറേ, ഇവനാണ് സാറേ ആ ദ്രോഹി. എന്റെ മോളെ വാഞ്ചിച്ചോണ്ടിരിക്കുന്ന മഹാഭാവി ലഹരി വിൽപ്പനക്കാരനാണ് സാറേ ഇവൻ. എന്റെ മോക്ക് ലഹരിയും മറ്റു സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്ന ഇവനാണ് സാറേ, വഞ്ചകൻ. സാറേ, ഇതാണ് അവള്. വിടന്നെ. പ്രലോഭനങ്ങൾക്ക് വഴങ്ങി യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തിക്കണികളാണ് ഇവർ. സ്വയം നശിക്കുന്നതോടൊപ്പം ഒരു സമൂഹത്തെ കൂടി നശിപ്പിക്കുകയാണ്. ഇനി ഇവർ ജയിലറയ്ക്കുള്ളിൽ കിടക്കട്ടെ.
എന്റെ മോളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എന്റെ മോളെ എനിക്ക് നഷ്ടമാവുമെന്ന് ബോധ്യമായി. സാറേ, ഈ മുറിവ് കണ്ടോ? മറ്റൊരു മാതാവിന് ഇത് സംഭവിക്കാതിരിക്കാനായി ഞാൻ ഇവിടെ അറിയിച്ചതാണ്. ഈ ദുഷ്ടശക്തികളെ തൂത്തെറിയുവാനും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്നേക്കുമായി തുടച്ചു മാറ്റുവാനുമായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.